بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള ഉമറാക്കളെ, സ്നേഹനിധികളായ യുവ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, നാം എല്ലാം ഈ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹിൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. സന്തോഷത്തിൻ്റെ ഈ ലോകവും പരലോകവും അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഇതിനു വേണ്ടി എത്തിച്ചേർന്നവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. സത്യത്തിൽ ഹിദായത്ത് എന്ന് പറയുന്നത് ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധമാണ്, എന്നിട്ട് ആ മാർഗത്തിലുള്ള പ്രവേശനവുമാണ്. ഹിദായത്ത് ഉണ്ടാകണമെങ്കിൽ ചരിത്രാവബോധം അത്യാവശ്യമാണ്. ഹിദായത്തിനെ അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞ ഉടനെ അടുത്ത വാക്ക് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നാണ്. അതിന് എസൻസ് ഓഫ് ദി ഹിസ്റ്ററി എന്ന് പറയാം. ചരിത്രത്തിൻ്റെ ഒരു എസൻസാണ് ആ വാക്ക്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എല്ലാ നല്ല ചരിത്രങ്ങളുടെയും മധ്യമാണത്. അത് മനുഷ്യന് ഹിദായത്ത് ലഭിക്കാൻ പ്രധാനപ്പെട്ട കാരണമാണ്. ഖുർആൻ എന്ന് പറയുന്നതും സത്യത്തിൽ ഖുർആനിൻ്റെ തസ്കിയത്ത് കൊണ്ടുവരുന്നത് ചരിത്രത്തിലൂടെയാണ്. ഖുർആനിലെ 1/3 ചരിത്രമാണ്. എന്നാൽ ഒരു ചരിത്ര ഗ്രന്ഥമാണോ ഖുർആൻ? അല്ല. പിന്നെ ചരിത്രത്തെ ഖുർആൻ കൊണ്ടുവരുന്നത് എന്താണ്? അതിലൂടെ ഉള്ള ഒരു തസ്കിയത്താണ്. അതായത് സംശുദ്ധരായ ഒരു ജനതയെക്കുറിച്ചുള്ള പാഠം ഒരു ജനത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക. ആ പാഠത്തിൽ നിന്ന് ഒരു ശുദ്ധമായ മാനസികാവസ്ഥയും ധാരണയും അതിലേക്കുള്ള ഒരു സംശീകരണവും അവരിൽ ജനിപ്പിക്കുക. എന്നിട്ട് അവരെ പോലെ ആകാൻ ഉപദേശിക്കുക. ഇതിനെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചരിത്രാവബോധം എന്ന് പറയുന്നത്. ഖുർആനിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ആദ്യമായി വേണ്ടതും ചരിത്രാവബോധമാണ്.
പിന്നെയും കാരണമുണ്ട്. ഖുർആൻ ആദ്യത്തെ വേദഗ്രന്ഥവുമല്ല. ഖുർആൻ മറ്റു 3 വേദഗ്രന്ഥത്തിൻ്റെ കൂടി പൂർത്തീകരണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന. അപ്പോൾ മറ്റു 3 വേദഗ്രന്ഥങ്ങളുടെയും ചരിത്രം പഠിക്കലും വളരെ ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം 4000 കൊല്ലത്തിനിപ്പുറമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ കിടക്കുന്നത്. അതിനപ്പുറം ചരിത്രം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷേ മാനവ സമൂഹത്തിൻ്റെ ഉത്ഥാനതകളിൽ ഈ 4000 കൊല്ലത്തിനിടയിലുള്ള വന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. മാനവകുലത്തിന് രണ്ടാമത്തെ ഒരു പിതാവുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദിന ഇബ്രാഹിം. ആ ഇബ്രാഹിമി കുലത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ 2ാം ഭാഗമാണ് എന്ന് പറയുന്നത്. അതോടുകൂടെ വേദഗ്രന്ഥത്തിൻ്റെ ചരിത്രപരമായ ഒരു ബേസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി നമ്മുടെ ചരിത്ര സ്പർശം ആരംഭിക്കുകയാണ്. ഞാനതിന് ഒരു പുതിയ പേര് കൂടി കൊണ്ടുവന്നു. അതെൻ്റേത് മാത്രമായ ഒരു പേരാകാം. പക്ഷേ ചരിത്രം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ പറയാൻ തോന്നും, ശരിയാണ്, ഇത് ലോക സ്വാതന്ത്ര്യ ദിനമാണ് എന്ന്. ഇത് പഠിക്കാതെ ആകട്ടെ നമ്മൾ ഖുർആന്റെ വിദ്യാർത്ഥികളാവുകയുമില്ല. ഇത് പഠിക്കൽ ആവശ്യമാണ്. ഇതൊന്നും എനിക്കറിയേണ്ടതില്ല എന്ന് ധരിക്കരുത്. നിനക്കറിയേണ്ടതാ അല്ലാതെ ഒന്നുമില്ല. കാരണം നീ ഖുർആന്റെ വാഹകനാണ്. ഖുർആന്റെ വാഹകൻ എല്ലാത്തിൻ്റെയും ഉടമക്കാരനാണ്. ഇത് വളരെ ഗൗരവമായി നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. മുഹറത്തിൽ ഇത് പഠിക്കുന്നതിന് വലിയ പ്രാധാന്യവുമുണ്ട്. ഇത് മുഹറവുമായിട്ടാണ്. ലോക ചരിത്രത്തിന് ചരിത്രപ്പറ്റുള്ള ഇന്ന് നിലനിൽക്കുന്ന സകല മാനവ സംസ്കൃതിയുടെയും ചരിത്രം 2 മാസങ്ങളിൽ ഒടുങ്ങും. ഒന്ന് ദുൽഹിജ്ജ, ഒന്ന് മുഹറം. ഇബ്രാഹിമിന് 2 മക്കൾ, ഒന്ന് ഇസ്മായിൽ, ഒന്ന് ഇസ്ഹാഖ്. ഇസ്മായിലിന്റെ മാസം ദുൽഹിജ്ജ, ഇസ്ഹാഖിന്റെ മാസം മുഹറം. മനസ്സിലായില്ലേ പറഞ്ഞത്? ആ 2 വഴികളിലൂടെയാണ് ലോക ചരിത്രം വന്നിട്ടുള്ളത്. 2ഉം പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഹജ്ജിന്റെ ചരിത്രമാണ്, ഒന്ന് മാനവമോചനത്തിന്റെ ചരിത്രമാണ്. മാനവമോചനത്തിന്റെ ചരിത്രമാണ് മുഹറം. അന്നാണ് നമുക്കും മോചനമായത്. നമ്മുടെ മോചനവുമാണ് മുഹറത്തിന്റെ പ്രതീകം. നമുക്കും അങ്ങനെയുണ്ട്.